ഹലോ സുഹൃത്തുക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നല്ല ഒരു അടിപൊളി സിലോൺ പൊറോട്ടയാണ്. അപ്പോൾ അതിന് മൈദ ഉപയോഗിച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മളെ വീട്ടിൽ ബാക്കി വരുന്ന ചോറ്, പിന്നെ കുറച്ച് ആട്ടപ്പൊടി, ഈ രണ്ട് സാധനങ്ങളാണ് നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടത്. ഈ രണ്ട് സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ഒരു അടിപൊളി, അല്ലെങ്കിൽ ഡിന്നറിനോ ഒക്കെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു സിലോൺ പൊറോട്ട നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ കടലക്കറി, അതേപോലെ ചിക്കൻ കറി, ഗ്രീൻ പീസ് കറി, എല്ലാ കറികളും ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഒരു കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്. ചോറ് നമ്മളെടുത്ത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു 2 സ്പൂണ് പഞ്ചസാര. ടേബിൾ സ്പൂണാണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ്. ഈ 2 സാധനങ്ങളാണ് ഇപ്പോൾ അതിലേക്ക് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് ഒരല്പം ആട്ടപ്പൊടി വേണം. അപ്പോൾ നമ്മൾ എത്രയാണോ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് നമ്മൾക്ക് ആട്ടപ്പൊടി എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ അരിയും. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 കപ്പ് ആട്ടയാണ് ഞാൻ എടുക്കുന്നത്. നമ്മൾ ആദ്യം എടുത്ത ചോറ്, അതേപോലെ ഉപ്പ്, പഞ്ചസാര, ഇത് ഒരല്പം വെള്ളം ഒഴിച്ച് നമ്മൾ ഒന്ന് അരച്ചെടുക്കണം. നല്ല ചാന്ത് പോലെ അരച്ച് എടുക്കണം. എന്നിട്ട് ഈ എടുത്ത് വെച്ചിട്ടുള്ള ഈ ആട്ടപ്പൊടിയിലേക്ക് നമ്മൾ അടുത്തായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരല്പം നമ്മുടെ ചെറിയ ജീരകമാണ്. നല്ല ജീരകം ഒരു ടേസ്റ്റിനും ഒരു സ്മെല്ലിനൊക്കെ നല്ലതാണ്. അതിനുശേഷം നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ ചോറ് ഉണ്ടല്ലോ, അതിന് കുറേശ്ശെ ആയിട്ട് നമ്മൾ ഈ ആട്ടപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇത് നല്ല രീതിയിൽ നമ്മളൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. കുറേശ്ശെ ആണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അത് ഒഴിച്ച് നമ്മളത് നല്ല രീതിയിൽ ഒന്ന് ഈ ആട്ടപ്പൊടി ഒന്ന് ചാമ്പി എടുക്കുക. നമ്മൾ പൊറോട്ടക്കൊക്കെ മാവ് കുഴക്കുന്ന ആ ഒരു പരുവത്തിൽ തന്നെ നമ്മൾ ഇത് ഈ അരച്ച ചോറ് ഒഴിച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ നിന്ന് കുഴച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ഒരു അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1 മണിക്കൂറിന് ശേഷം നമ്മൾ ഇത് ചെറിയ ബോളുകളാക്കി എടുത്ത് അതിനെ പരത്തിയെടുക്കുക. നല്ലോണം നീട്ടി ഒന്ന് പരത്തുക. അതിൻ്റെ മുകളിൽ നമ്മൾ നെയ്യ് അല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ ഒക്കെ ചേർത്ത് ബ്രഷ് ചെയ്തിട്ടോ അല്ല രീതിയിലോ കൈകൊണ്ട് തേച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ വീണ്ടും ഒരൽപ്പം കൂടി പൊടി വിതറി നമ്മളിപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ ഒന്ന് മടക്കിയെടുക്കുക. ആദ്യം നമ്മൾ 2 ഫോൾഡ് ചെയ്ത് അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ ഇത് നെയ്യ് കൊടുത്ത് വീണ്ടും ഒന്നും കൂടി ഫോൾഡ് ചെയ്ത് വെക്കുക. ഇങ്ങനെയാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഇതപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ, ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ ഇതൊന്ന് നീട്ടി പരത്തി കൊടുക്കുക. ഇതേ രീതിയിൽ തന്നെയാണ് സിലോൺ പൊറോട്ടയും ഉണ്ടാക്കുന്നത്. പക്ഷേ നമ്മളത് ഉപയോഗിക്കുന്നത് മൈദപ്പൊടിയാണ് മാത്രം. സാധാരണ നോർമൽ സിലോൺ പൊറോട്ടയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ സിലോൺ പൊറോട്ട ഉണ്ട്, അതേപോലെ എഗ്ഗ് സിലോൺ ഉണ്ട്, വെജിറ്റബിൾ സിലോൺ ഉണ്ട്. അത് ഇതിനകത്തെല്ലാം പിന്നെ സ്റ്റഫ് ചെയ്തിട്ടാണ് ഈ വെജിറ്റബിൾ പൊറോട്ടയും സിലോൺ പൊറോട്ട, ഈ എഗ്ഗ് സിലോൺ പൊറോട്ട എല്ലാം നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ നോർമൽ സിലോൺ പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ബോൾസും നമ്മൾ പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അതിനുവേണ്ടി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് നല്ലവണ്ണം ചൂടായതിനു ശേഷം ഒരു അല്പം എണ്ണ കൂടി കൊടുത്ത് നമ്മൾ ഓരോരോ റൊട്ടികളും, അതായത് ഈ പൊറോട്ട, സിലോൺ പൊറോട്ടകളും ഓരോന്നായിട്ട് നമുക്ക് ചുട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. അതിന് നമ്മൾ ഒരു പ്രാവശ്യം ഇട്ട് അതിന് മുകളിൽ ചെറുതായിട്ടൊന്ന് കൂടി നെയ്യെല്ലാം കൊടുത്ത് വീണ്ടും നമ്മളൊന്ന് തിരിച്ചിട്ട് വേവിക്കുക. അങ്ങനെ 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് നമ്മളിത് വേവിച്ച് എടുക്കണം. കരിയാതെ വളരെ ശ്രദ്ധിക്കണം. വളരെ രുചികരമായിട്ടുള്ള ഒന്നാണിത്. ചോറൊക്കെ ബാക്കി വന്നാൽ കളയേണ്ട ഒരാവശ്യം വരുന്നില്ല. ഇപ്പം നമ്മുടെ ഈ സിലോൺ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ നല്ല ഒന്നാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന ചോറൊന്നും കളയാതെ
ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവം തന്നെയാണ് ഇത്. എത്രയും വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതുമാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, ബൈ.